സോ ഗൈസ് വെൽക്കം ബാക്ക് അനദർ വീഡിയോ ഓഫ് ലിസാർഡ് ഗെയിമിംഗ്. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു പുതിയൊരു കിഡിലൻ ഗെയിമായിട്ടാണ്. ഗെയിമിന്റെ പേര് എന്ന് വെച്ചാൽ പവർ വാഷ് സിമുലേറ്റർ 2. നമ്മൾ ഗെയിമിന്റെ പേര് കേട്ടു നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഗെയിം എന്താണെന്ന്. നമുക്ക് ഒരു ജോബ് ഇട്ടിട്ടുണ്ട് ഗൈസ്. നമുക്ക് എന്തെങ്കിലും ഈ ജോബിലോട്ട് പോകാം. അതിന് മുന്നേടിയിട്ട് ഗെയിം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം ഗൈസ്. നമ്മുടെ കയ്യിലിരിക്കണ ഈ സുന കണ്ട ഈ സുനാപ്പിയും കൊണ്ട് നമ്മൾ എല്ലാ സാധനവും എവിടെ വേണമെങ്കിലും വന്ന് നമ്മൾ കഴുകി കൊടുക്കും. അതാണ് നമ്മൾ. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും വീട്ടിൽ കഴുകാണ്ടെങ്കിൽ നമ്മളെ വിളിച്ചോളൂ, നമ്മൾ കോൺടാക്ട് ചെയ്യും. നമ്മൾ അവിടെ വന്ന് പവർ വാഷ് കൊണ്ട് കഴുകുന്നതാണ്. നമുക്ക് എന്തെങ്കിലും നേരെ ചിലപ്പോൾ നേരെ നമുക്ക് സംഭവത്തിലോട്ട് വരാം. നമുക്ക് അതിന് മുന്നോടിയായിട്ട് പിന്നെ നമുക്ക് ഈ വാനാണ് ആദ്യം കഴുകാനുള്ളത്. അപ്പോൾ അത് അങ്ങോട്ട് പോവാം. പിന്നെ ഞാൻ എന്താ പറയാൻ വന്നതെന്ന് വെച്ചാൽ എന്താണ് ഞാൻ പറയാൻ വന്നത്, ഇപ്പം ഞാൻ എന്താണ്ട് പറയാൻ വന്നായിരുന്നല്ലോ, അത് വിട്. എന്താണെങ്കിൽ പറയാൻ വന്നു, പക്ഷെ അത് മറന്നു. നമുക്ക് ഇതിനകത്ത് ഫോം ഒക്കെ ഇട്ട് കഴുകാം കേട്ടോ, അത് കൊള്ളാം. പക്ഷെ ഫോം ഇട്ട് കഴുകാൻ നമ്മൾ നോർമലുള്ള വെച്ചാലും എങ്ങനെയാണ് ഏതെങ്കിലും ഇത് കൂടുതൽ രണ്ട് സെയിമാന്ന് തോന്നണ്ട. അപ്പോൾ നമുക്ക് ഫോമിൽ വലിയ കാര്യമൊന്നും ഇല്ലാന്ന് തോന്നുന്നുണ്ട്. നമുക്ക് ഇതന്നെ ഇട്ട് കഴുകാവും. നോക്കി അത്രയും ഭാഗം നോക്കി ഈ വണ്ടി ഉണ്ട്. ഈ ഏതവൻ്റെ വണ്ടിയാണ് അവനെ കിട്ടിക്കഴിഞ്ഞാൽ പവർ വാഷ് കൊണ്ട് തന്നെ അടിക്കണം അല്ലേ. നോക്കി വണ്ടി കാണിച്ചിട്ട് പോകണം. മാങ്ങാത്തൊരു ഇമാതിരി ഇതൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ വന്നേക്കണത്. പിന്നെ നമ്മുടെ ജോലിയെ പോയി പിന്നെ നമുക്കൊന്നും മിണ്ടാനും പറ്റുമോ. കണ്ട് ഈ വണ്ടി നോക്കിയത് ടയറൊക്കെ ഒരുമാതിരി, ടയറൊന്നും കാണാൻ പോലും പറ്റില്ല. അമ്മാതിരി ചെള്ളിയാണത്. എന്നാണത് തുരുമ്പല്ല ചെള്ളിയും പൂപ്പലും. ഇത് കുറേ വർഷങ്ങളായിട്ട് എടുക്കാണ്ട് ഏതാണ് കാട്ടി കിടന്ന വണ്ടികളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അതുകൂടി ഞാൻ പറയാമെന്ന കാര്യം എനിക്ക് ഇപ്പോഴാണ് കൈസ് ഓർമ്മ വന്നത്. അപ്പം ലൈക്ക് ചെയ്തിട്ട് എന്തെങ്കിലും ലൈക്ക് ചെയ്യുക, സബ് ചെയ്തിട്ട് എന്തെങ്കിലും വീഡിയോ കാണാൻ ശ്രമിക്കുക. അതാണ് ഏറ്റവും ബെറ്റർ, നിങ്ങൾക്കും എനിക്കും. ഏത് അതൊക്കെ തന്നെ കൈസ്. അപ്പം നമ്മൾ ഈ സംഭവം നമ്മൾ കഴുകിക്കാനായിട്ട് കേട്ടോ. ലെഫ്റ്റ് സൈഡിൽ പൊക്കത്തുണ്ട്. അപ്പം നമ്മൾ ഈ വണ്ടിയുടെ മൊത്തം 4% കഴുകി കഴിഞ്ഞിട്ടുള്ളൂ. പിന്നെ കണ്ടിട്ട് കഴുകാൻ എന്ത് രസവും നോക്കി, എന്ത് രസം പറയും. എനിക്കിത് കളിക്കണവർക്ക് എനിക്കിത് സത്യം പറഞ്ഞാൽ ഗെയിം ഭയങ്കര ഇഷ്ടപ്പെട്ടു കളിക്കാൻ വേണ്ടിയിട്ട്. കണ്ട നല്ല സാറ്റിസ്ഫാക്ഷൻ. ഇങ്ങനെ പോവാ, ഇവിടെ നിന്ന് ഇങ്ങടേക്ക് വരാം. പക്ഷെ കാരണം നിങ്ങൾക്ക് എന്തോരം ഉണ്ടെന്ന് എനിക്ക് വെച്ചാൽ എനിക്കറിയില്ല. മിക്കവാറും നിങ്ങൾക്ക് ചിലപ്പോൾ ബോറടി ആയിരിക്കും. കാരണം ഇത് കളിക്കുമ്പോഴാണ് ഒരു സുഖം കിട്ടുള്ളൂ. കാണുന്നവർക്ക് അത്ര വലിയ ഇത് ഗുണം കിട്ടുമെന്ന് എനിക്ക് തോന്നല്ല, എൻ്റെ അഭിപ്രായമാണ്. അപ്പോൾ കാണുന്നവർ നിങ്ങൾക്കിത് എങ്ങനെയെന്ന് വെച്ചാൽ നിങ്ങളെന്തെങ്കിലും കമൻറ്റ് ചെയ്ത് പറയാട്ടാ. അല്ലേ നമുക്കിതിൻ്റെ സെക്കൻഡ് പാർട്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പറയാം. നമുക്ക് പല സംഭവങ്ങൾ. ഇപ്പം ഇത് വാനൊക്കെ നമ്മൾ പിന്നെ വേറെ പാർക്ക് വീടൊക്കെ കഴുകാൻ പോകുന്നതാണ് ഗൈസ്. അപ്പം അതൊക്കെ കാണുമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ എന്തെങ്കിലും കമൻറ്റ് ബിലോ പാർട്ട് 2 എന്നാണ്. നിങ്ങൾ എന്തിലൊക്കെ കമൻറ്റ് ചെയ്തോ അതിനൊക്കെ നമ്മൾ റിപ്ലൈ തരുന്നതാണ്. പിന്നെ ഈ ചെളി പോകട്ടോ. അപ്പോൾ ഈ പോണുണ്ട് നമുക്ക്. പിന്നെ ഈ പവർ വാഷിൽ കുറേ ഇതുണ്ട് കണ്ട, വൈറ്റ് ആണ് ഇതണ്ട. ഇതാണ് റെഡാണ് ഏറ്റവും പവർ കൂടുതൽ കണ്ടോ ഇങ്ങനെ. പക്ഷെ ഇതിന് ഇത് കുറവാണ്. മറ്റേ എന്താ പറയുക, ഇതിന് വേവ് ലെങ്ത് അല്ലല്ലോ സംഭവം. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? റെഡ് എന്ന് വെച്ചാൽ കുറച്ച് സ്ഥലത്ത് ക്ലീൻ ആക്കുള്ളൂ, മറ്റെന്ന് വെച്ചാൽ വീശടിക്കും. നിങ്ങൾക്ക് സംഭവം മനസ്സിലായി? അതാണ് നിങ്ങൾക്ക് സംഭവം മനസ്സിലാൻ മതി, വേറെ ഒന്നുമില്ല അതിനപ്പുറത്തേട്ട്. സംഭവം ഇതാണ്. ഇതെനിക്ക് തോന്നുന്നുണ്ട് ഏതാണ്ട് ഫുഡ് ഡെലിവറി ആണോ അതോ ഡെലിവറിക്ക് പോകുന്ന ട്രക്കാണോ അങ്ങനെ എന്താണ് കേട്ടോ. ഈ നമ്മൾ പെട്ടിവണ്ടിയുടെ എന്താണ് മോഡിഫിക്കേഷൻ ചെയ്തതാണ്. ചില പുറം രാജ്യത്തേക്ക് ഇങ്ങനത്തെ വണ്ടിക്ക് കോമൺ ആയിരിക്കും. നമ്മുടെ ഇവിടെയാണ് ഇങ്ങനത്തെ വണ്ടിക്ക് കുറവ് അല്ലേ, അറിയില്ല. നമ്മുടെ ഇവിടേക്ക് ഇങ്ങനത്തെയൊക്കെ വണ്ടി ഉണ്ട്. പക്ഷെ അധികം കണ്ടിട്ടില്ല ഈ ഫ്രണ്ടിൽ ഇങ്ങനെ ഇതുപോലെ. പക്ഷേ പുറം രാജ്യത്തൊക്കെ കുറേ സിനിമയിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ അവിടെയൊക്കെ കുറേ ഉണ്ട് ഇങ്ങനത്തെ വണ്ടി. അതാണ് സംഭവം. നമ്മുടെ ഇവിടെ ഇല്ല എന്നല്ല, നമ്മുടെ ഇവിടെ ഉണ്ട്, പക്ഷെ നമ്മുടെ ഇവിടെ കുറവാണ്. ഞാൻ ഇവിടെ കണ്ടിട്ടുണ്ട്, പക്ഷെ അങ്ങനെ നമുക്ക് റെയർന്ന് പറയാൻ വേണ്ടിയുള്ളൂ അല്ലേ. റെയറായിട്ട് എൻ്റെയൊക്കെ ഇവിടെ കാണാറ്. എൻ്റെ സ്ഥലം എന്ന് വെച്ചാൽ കൊച്ചിയാണ്. അപ്പം എൻ്റെയൊക്കെ ഇവിടെ കാണാറ് റെയറായിട്ടാണ്. അപ്പം നിങ്ങളുടെ സ്ഥലം ഏതാന്ന് കമൻറ്റ് ചെയ്യണം. അപ്പം എനിക്കറിയാലോ എവിടെ നിന്നൊക്കെയാണ് എൻ്റെ വീഡിയോസ് കാണണമെങ്കിൽ. ആകെപ്പായിട്ട് എൻ്റെ വീഡിയോസിൽ ആപ്പാടി 100 പേരെ കാണുള്ളൂ, അത് വേറെ കാര്യം. അതിന്റെ ഉള്ളിലും ക്ലീൻ ആക്കണം. എന്റെ പൊന്നു, ഞാൻ വിചാരിച്ചെടുത്തിട്ട് പുറത്ത് മാത്രമേ ഉള്ളൂ. ഇതെന്ത് നമ്മൾ വാഷ് ചെയ്തും പറഞ്ഞിട്ട് അന്നാ പുള്ളിയുടെ അണ്ടർവെയറും കൂടി തരാൻ പാടില്ലായിരുന്നു നമുക്ക് വാഷ് ചെയ്യാൻ. ഒരുമാതിരി അതിൻ്റെ ഉള്ളൊക്കെ ഉള്ളൊക്കെ ഫുള്ള് ചോട്ട് എടുക്കുന്നുണ്ട്. എനിക്ക് തോന്നല പിന്നെ ഈ വീഡിയോയിൽ ഇത് മൊത്തം വാഷ് ചെയ്ത് കഴിയുന്നു. നമുക്കിതിൻ്റെ വെക്കത്തേരിട്ട് ഇതൊക്കെ ഫുള്ള് വാഷ് ചെയ്യട്ടാ. നമുക്ക് പിന്നെ അറിയില്ല, നമുക്കതൊക്കെ ഈസി പീസിയാണ്. ഞാൻ വെറുതെ പറഞ്ഞാണ്, അറിയരുത് നിങ്ങൾക്ക്. ഗൈസ് ഇവിടുന്ന് അടിക്കുമ്പോൾ സെറ്റാട്ടോ, സീല വിഷയമല്ല, അങ്ങനെ വലിയ വിഷയമൊന്നുമില്ല. എന്നാലും ഒറ്റം വരെ എത്തൂല, അത് ശോകം. അറ്റം വരില്ലാത്ത നമുക്ക് 2 പ്രാവശ്യം ഇട്ട് കഴുകേണ്ടി വരും. കാരണം ഇവിടെ ഈ സൈഡ് കഴുകിയിട്ട് നമുക്ക് അവിടെ ഇട്ടിട്ട് കഴുകുക, അതായത് ഏറ്റവും ബെറ്റർ. കണ്ട അറ്റം വരെ എത്തൂല ഗൈസ്, അതാണ് വിഷയം.
വിഷ്വൽ അത് നമുക്ക് വിഷ്വലൈസ് അല്ല. പിന്നെ നിങ്ങളുടെ അടുത്ത് എനിക്ക് കമൻ്റ് ആയിട്ടായിരുന്നു കോക്കനട്ട് സിമുലേറ്റർ കളിക്കാൻ വേണ്ടിയിട്ട്. അവൻ ഈ വീഡിയോ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ആ വീഡിയോ കാണണ്ടെങ്കിൽ ഞാൻ കളിച്ചിട്ടുണ്ട് എന്നൊക്കെയല്ലേ നീ പോയിട്ട് കാണോട്ടാ. എൻ്റെ 53 രൂപയാണ് നീ കൊണ്ടുവന്ന തേങ്ങക്ക് വേണ്ടി കൊടുത്തത്. എൻ്റെ 53 പോണെങ്കിൽ പോട്ട് വിചാരിക്കുക. 53 ഗെയിം ഉണ്ട്. അത് എനിക്കതാണ് മനസ്സിലാവാത്തത്. ഈ പണ്ടാരാണെങ്കിൽ എവിടെ നിൽക്കണില്ല. ഇത് എന്താണ് ഇത് റൂട്ടിൽ നിൽക്കൂല. ഇത് എന്ത് ഫിക്സ് ആവാതെ അറ്റത്തുകൊണ്ട് നോക്കണം. ഈ അടുത്ത് കൊണ്ടെന്ന് വെച്ചാൽ ഇത് സെറ്റ് ആവില്ല. പിന്നെ അപ്പം അതിൻ്റെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ എന്തെങ്കിലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പം ചെന്ന് കാണുന്നവരുണ്ടെങ്കിൽ ചെന്ന് കണ്ടിട്ട് കേട്ടോ. പിന്നെ ഇത് അതേപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫണ്ണി ഗെയിംസ് ഒക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും കമൻറ്റ് ഞാൻ ട്രൈ ചെയ്യാം. നമുക്കത് വിഷ്വലൈസ് അല്ല. പിന്നെ ഇതേപോലത്തെ വേറെ എന്തെങ്കിലും സിമുലേറ്റർ ഗെയിംസ് നമ്മൾ സീരിയസ് ആയിട്ട് പോലെ തുടങ്ങണമെന്നുണ്ടെങ്കിൽ അതും കമൻറ്റ്. പിന്നെ അൾട്ടിമേറ്റ് തിയേറ്റർ സിമുലേറ്റർ എന്ന് പറഞ്ഞൊരു ഗെയിമുണ്ട്. തിയേറ്റർ സിമുലേറ്റർ ആ ഗെയിമുണ്ട്. അപ്പോൾ അതെനിക്ക് ട്രൈ ചെയ്ത് നോക്കണമെന്ന് വെച്ചിട്ടുണ്ട്. പക്ഷേ അത് കുറച്ച് 2-3 വീഡിയോ ഇടേണ്ട വരും. അപ്പം നിങ്ങൾ ആരെങ്കിലൊക്കെ ഒത്തിരി കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഇടാൻ എനിക്ക് താല്പര്യം. കാരണം നിങ്ങൾക്ക് ആർക്കും കാണാൻ താല്പര്യമില്ലെങ്കിൽ പിന്നെ അത് ഞാൻ ഇട്ടിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ആരും ഒരാൾ കമൻറ്റ് ഇട്ടാൽ ഞാൻ എന്തെങ്കിലും ആ വീഡിയോ എടുത്തിടാം, അല്ലെങ്കിൽ ഇടില്ല. നമുക്ക് ഇതേപോലെ തന്നെ വേറെ ഏതെങ്കിലും ഗെയിമൊക്കെ ട്രൈ ചെയ്ത് ഏത് ഗെയിമാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് ആരെങ്കിലും ഒരാൾ കമൻറ്റ് ചെയ്യും ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലേന്ന്. കാരണം വെച്ചാൽ എന്നാലേ എനിക്കിത് കളിച്ചിട്ടൊന്നും വേണ്ടതെന്നുള്ള കൺഫ്യൂഷനാണ് എനിക്ക്. സ്തംഭ് ഈ സൈഡ് നോക്കി ഈ സൈഡ് വന്നപ്പോൾ കണ്ടായിരുന്ന ഒരുമാതിരി സംഭവം. ഇതിൻ്റെ ഗ്ലാസ് വീടില്ല. നമുക്ക് ആദ്യം ഗ്ലാസ് കേട്ടാ. എൻ്റെ പൊന്നിവിടെ എന്ത് ചെളിയാന്ന് നോക്കി കൊണ്ടോട്ടാ. പിന്നെ ഈ ഗെയിം എന്താ അറിയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ സാധനം കഴുകാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് എത്രത്തോളം എന്ന് വെച്ചാൽ ഇതിപ്പോൾ 2ാമത്തെ പ്രാവശ്യം പറയണേ. എനിക്കൊരു വിളിവില്ല അതുകൊണ്ട് അത് വിടും. പക്ഷേ തരല്ലേ ഈ ഗെയിം കളി നല്ല സാറ്റിസ്ഫാക്ഷൻ. ടീച്ചറെ കണ്ട എന്ത് രസമെന്ന് പറയുമ്പോൾ ഇങ്ങനെ തുറന്ന് തന്നെ അങ്ങനെ ക്ലീനായി പോണ്. അത് കാണാൻ എന്ത് രസമെന്ന് അറിയാമോ ഗൈസ്. കാണുന്നവർക്ക് അത്ര ഗുമ്മില്ലെന്നോ. അപ്പം നിങ്ങളിപ്പോൾ എന്നെ മനസ്സിൽ നല്ല തെറി വിളിക്കണ്ടാവുമെന്ന് എനിക്കറിയാം. ആ തെറിക്ക് നിങ്ങൾ എന്തെങ്കിലും കമൻറ്റ് ചെയ്ത് പറ. അങ്ങനെയല്ലൊരു കമൻറ്റ് ബോക്സിൽ 2 കമൻറ്റേലും വരട്ടെ. അത് വിടുക ഗൈസ്. നമുക്ക് ഒയ്യോ ഈ സൈഡിന് മൂലയ്ക്ക് കണ്ട. ഈ മൂലക്കയിലൊക്കെ ചെളി പോകണമെങ്കിൽ റെഡ് പ്ലഷർ തന്നെ വെക്കണം. നന്നായിട്ട് പോകുള്ളൂ. കണ്ട ഇതിൻ്റെ ഇവിടേക്കൊന്നും വിഷയമില്ല. സെൻറ്ററൊന്നും നോ വിഷയം. സൈഡിൽ അത് പോയിട്ട് വിഷയമില്ല. ഈ സൈഡിലുണ്ട്. റെഡ് വെച്ചെന്നാലും പോകുള്ളൂ ഗൈസ്. അല്ലാണ്ട് നടക്കൂല. റെഡ് തന്നെ വേണം ഗൈസ്. ഓക്കെ. പിന്നില്ല ഗൈസ് ഒരു പുതിയൊരു ഗെയിം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ടേബിൾ ടോപ്പ് ഗെയിം സിമുലേറ്റർ എന്ന് പറഞ്ഞാൽ ഗെയിമിംഗ് കമ്പോണൻസ് ഒക്കെ വിൽക്കണ ഷോപ്പാന്ന് തോന്നുന്നു. ഗെയിമിംഗ് കമ്പോണൻസ് ആണോ അത് ഗെയിമിംഗ് CD ആണോ എന്നറിയില്ല. പിന്നെ ഗെയിമിംഗ് അവതാറൊക്കെ ഇതൊക്കെ ചെയ്തിട്ട് എന്തൊക്കെ ചെയ്തിട്ട് ഒരു പാവോലൊക്കെ സെറ്റപ്പ് ചെയ്തിട്ട് അങ്ങനെയൊക്കെ വിൽക്കുന്ന ഷോപ്പാണ്. നമ്മുടെ കേരളത്തിൽ ആരും ഇതുവരെയായിട്ട് കളിച്ചിട്ടിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസത്തിൽ. ഞാൻ സെർച്ച് ചെയ്തപ്പോൾ ആരും കണ്ടില്ല. അത് ഉണ്ടോയെന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്തെങ്കിലും ആ ഗെയിം കളിച്ചിടണമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുമല്ലോ. ഇതിൽ ഗെയിം കളിച്ചിടാം. വേണമെങ്കിൽ അതിൻ്റെ ചെറിയ ഡെമോ വെർഷൻ വേണമെങ്കിൽ ഞാനൊരു ഷോർട്സ് ആയിട്ട് വേണമെങ്കിൽ ഇട്ടുതരാം. അപ്പോൾ നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ കളിക്കാം. അല്ലെങ്കിൽ പിന്നെ എനിക്കത് കളിക്കാൻ താല്പര്യമില്ല. കാരണം നമ്മുടെ ഇവിടെ ആരും ഇതെടുത്ത് കളിച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്കറിയില്ല അവരെന്താ കളിക്കാതെ. പിന്നെ ഞാൻ ഇതൊന്ന് ഫുള്ള് വാഷ് ചെയ്തിട്ട് വരട്ടെ ഗൈസ്. ഏകദേശം നോക്കണേന് ഇപ്പം എൻ്റെ ഉള്ളൊക്കെ ഫുള്ള് വാഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ടോപ്പിലൂടെ വാഷ് ചെയ്യാനുള്ളൂ. നമുക്കിപ്പോൾ ലെഫ്റ്റ് സൈഡിലെ ടോപ്പിൽ നോക്കണമെങ്കിൽ 80% നമ്മളിത് വാഷ് ചെയ്ത് കണ്ടിട്ട് പിന്നെ പൊക്കത്ത് ഇതും കൂടി മാത്രം നമ്മൾ കഴുകിയാൽ മതി. ഇവിടെ കഴിക്കാൻ ഓൾ സെറ്റ്. ഞാനിപ്പോൾ പിന്നെ ഇത് കഴുകിയാൽ പിന്നെ നിങ്ങൾക്ക് കമൻറ്റ് ആയിട്ട് ഇതിങ്ങനെ ഞാൻ കഴുകി സ്കിപ്പ് ചെയ്ത് കളിയണോ വേണ്ടെന്നുള്ള കാര്യങ്ങൾ കമൻറ്റ് ചെയ്യും. എന്നാലേ എനിക്ക് അറിയാൻ പറ്റുള്ളൂ ഗൈസ്. ഓൾമോസ്റ്റ് നമ്മൾ ഇത് ഫുള്ള് സെറ്റാക്കി 99%. ഇതെന്താ 100 ആവാണ്ടിരുന്നേ. 100 ആയില്ല. നമ്മൾ ഫുള്ള് കഴുകിയിട്ടാ. ഗൈസ് ഇത്ര സാധനങ്ങൾ ഇനി ക്ലീൻ ആവാനായിട്ടുണ്ട് കേട്ടോ. നമുക്കപ്പോൾ ഓരോന്നായിട്ട് നോക്കി ക്ലീൻ ചെയ്യേണ്ടി വരും കേട്ടോ. ഏതൊക്കെ ഭാഗത്താണ് അതാ ഉഡായ്പൊന്നും നടക്കൂല. അതുകൊണ്ട് ഞാനൊരു ഉഡായ്പിൽ സെറ്റ് ചെയ്ത് വരാൻ ചോദിച്ചിട്ട് എല്ലാം ഫുള്ള് ക്ലീൻ ചെയ്താലും നമുക്ക് ഇവിടുന്ന് പോകാൻ പറ്റുള്ളൂ. ഗ്ലാസ് അല്ല വൈപ്പർ അല്ലേ. അപ്പോൾ ഈ വൈപ്പർ ഇതാണ് ഇവിടെ ഇത്. ഗൈസ് ഓക്കെ വൈപ്പർ സെറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഗ്ലാസ്സൊക്കെ സെറ്റാണ്. പിന്നെ അടുത്ത് ഏതാണ്? ഇത് വീലാർച്ച്. ഈ വീലാർച്ചാണോ? ഇതാണോ? ഗൈസ് ഓക്കെ വീലാർച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ ടയർ നമുക്ക് ഈ ടയർ ക്ലീൻ ആക്കിയതല്ലേ. ഏത് ടയറാണ്? ഈ ടയർ തന്നെ ഫ്രണ്ടിലെ ടയർ. നമുക്ക് ഇതിനകത്ത് ഇത് കാണിക്കൂട്ടോ. അതുകൊണ്ട് ഇഷ്യൂ ഇല്ല. ഗൈസ് എന്താണ് ക്ലീൻ ആവാത്ത? എന്താണത്? ഇതിന് മാത്രം ടയറിനകത്ത് എവിടെ ചെളിയത്?
ഞാനാണല്ലോ. ഓ ഗൈസ് ചെളി ഉണ്ടല്ലോ. ഓക്കെ ഫൈനലി നമ്മളെല്ലാ സ്ഥലവും ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇവിടെ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇവിടെ ഗൈസ് ഇതും ക്ലീൻ ആക്കിയിട്ട് ഓക്കെ നമ്മുടെ ജോബ് ഇവിടെ കംപ്ലീറ്റ്ലി ഉണ്ട് ഗൈസ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ജോബ് ഇവിടെ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഗൈസ്. ഓക്കെ അപ്പോൾ ഇങ്ങനെ നമുക്ക് കഴിക്കരുത്. ഓക്കെ ഓ കണ്ട ഈ സൈഡിൽ ചെളിപ്പോഴും പോയിട്ടില്ല. അതൊക്കെ ഞാൻ പിന്നെ ഒന്ന് കഴുകിയായിരുന്നു. ശരിയാണ്. അപ്പോൾ ഗൈസ് നമുക്ക് ഏതെങ്കിലും അടുത്ത വർക്ക് ഇട്ടിട്ടുണ്ട് ഗൈസ്. ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ വർക്കിംഗ് സൈറ്റ്. ഇതെന്തത്? അയ്യേ ഇത് എത്ര ചെറിയ സംഭവം. ഓ എന്നെ പിന്നെ ചെളി പോവാത്ത കണ്ട നടുക്ക് മാത്രമേ പോണുള്ളൂ. എനിക്കൊന്ന് ഇപ്പം അത് ഇട്ട് കഴുകേണ്ട വരുമെന്നോ വേണ്ട, എന്നാലവിടെ പോവുള്ളൂ എന്നാണ്. അങ്ങനെ ആയിരിക്കും കളി. കാരണം പിന്നെ വെറുതെ പതരേണ്ട ആവശ്യമില്ല. മറ്റേതിട്ട് കഴിക്കാൻ എന്തെങ്കിലും പോകണില്ല, നടുക്ക് മാത്രമേ പോകണുള്ളൂ. നമുക്കത് ഇരട്ടിപ്പണിയും. അപ്പം അതിട്ടിട്ട് നമുക്കൊന്ന് കഴുകി വെക്കാം, അത് വെക്കാം. പിന്നെ ഈ ചെറിയ കാക്കത്തുള്ളി ക്ലീനാക്കാൻ വേണ്ടിയാണ് നമ്മളെന്നെ വിളിച്ചു വരുത്തി. ഇതൊക്കെ എനിക്ക് നാണക്കേടാണ്. നമ്മളിങ്ങനെ വലിയ വർക്ക് സൈറ്റ് പിടിക്കാറുള്ളൂ, അറിയാലോ. ഞാൻ ഇതൊന്ന് ഫുള്ള് പതിപ്പിച്ചിട്ട് വരാട്ടെ ഗൈസ്. നോക്കി കണ്ട, പതിപ്പിച്ചിട്ട് അടി വാഷ് ചെയ്യുമ്പോൾ നോക്കിയാൽ കണ്ട, വെറുതെ സിമ്പിൾ എന്ന് പറയില്ലേ, വെറുതെ പൂ പറിക്കുന്ന ലാഘവത്തിൽ കണ്ടു. വെറുതെ കാരണം വെച്ചാൽ പതിപ്പിച്ച് ഫുള്ളി ചീണി എളുക്കി പോകും. പിന്നെ നമുക്കത് വെറുതെ വെള്ളം ഒഴിച്ച് കഴുകാൻ മതിയൂ. നമ്മൾ നേരത്തെ ശരിക്കും പറയാൻ വൻ മണ്ടത്തോരാണ് കാണിച്ചത്. ആ ഫസ്റ്റത്തെ വണ്ടി കഴുകിയത് ഒരു വൻ മണ്ടത്തരം. അപ്പം അത് വെച്ച് കഴുകായിരുന്നെങ്കിൽ നമുക്കില്ലേ വെറുതെ നിസ്സാര ടൈം കൊണ്ട് കഴിക്കാൻ അടി കണ്ട വെറുതെ ഉള്ളിക്കുമ്പോൾ അങ്ങനെ പോവുള്ള അവിടെ ഇതുപോലെ തന്നെ ആയിരുന്നു. പക്ഷെ പതപ്പിച്ചിട്ട് വെറുതെ ഈ വെള്ളം ഇങ്ങനെ ഉണ്ടാവും, ഇങ്ങനെ പോവാ, ഇങ്ങനെ വരാം. ഓ ഏതാ കണ്ട, ഇത്രേ ഉള്ളൂ. ഇതാണ് ഫോം യൂസ് ചെയ്ത് കഴുകണം, എന്നാലാണ് നമുക്ക് പെട്ടെന്ന് പോളിട്ട് ചെളി. ഇപ്പോഴാണ് എനിക്ക് സംഭവം മനസ്സിലായത്. പക്ഷേ ഞാൻ ഗെയിം കളിക്കാൻ ഒരു ചെറിയൊരു കഥയാണ്. കാരണം എന്ന് വെച്ചാൽ അറിയാമോ, എനിക്കാണെങ്കിൽ പവർ വാഷ് യൂസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇതിട്ട് യൂസ് ചെയ്താറും എനിക്കിത് എല്ലാവരും കഴുകണം എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് എനിക്കിത് കഴുകണം എനിക്ക്. പക്ഷെ ഇതിലൂടെ എൻ്റെ ലൈഫിൽ എനിക്കത് സാധിച്ചിട്ടില്ല. പക്ഷെ ഇപ്പം അത് ഏകദേശം ഒരു 60% ഞാൻ ഹാപ്പിയാണ്. ഈ ഗെയിമിലൂടെ എങ്കിലും എനിക്ക് സംഭവം യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. അതാണ് ഗൈസ്. നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് കഴുകി ഏതാണെന്ന് കണ്ട ഈ സംഭവം കഴുകിക്കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി ഇവിടെ തീരും. ഇതിൻ്റെ അടി മാത്രം കഴിക്കാൻ പറ്റും. പൊക്കത്ത് വെറുതെ വെള്ളം വെച്ച് ഇട്ടാൽ മതി. അറിയാം നമ്മൾ പതപ്പിച്ചിട്ടേക്കണം. കാരണം നമുക്കതൊന്നും വിഷ്വലൈസ് അല്ല. പിന്നെ ലൈക്ക് ചെയ്യാണ്ടാണ് നിങ്ങൾ വീഡിയോ കാണണമെന്ന് നിങ്ങളെ പോക്കാച്ച് പിടിക്കും. എനിക്ക് അത്ര പേരുള്ളൂ. അപ്പോൾ ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ് ഇതുവരെയാക്കാത്തവരുണ്ടെങ്കിൽ സബ്ബാക്കിയിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക ഗൈസ്. അപ്പോൾ നമ്മുടെ ഇത് ഓൾമോസ്റ്റ് അല്ല കഴിഞ്ഞ് ഗൈസ്. ഓക്കെ ഇതെന്തൊരു 18% കഴിഞ്ഞിട്ടുള്ളൂ. എന്ത് സംഭവം, നമ്മളിത് ഫുള്ളും കഴിഞ്ഞല്ലോ. എന്നിട്ട് എന്തെങ്കിലും ബഗ്ഗാണെന്നോ വേണ്ട. ഇതെന്തത് ചെണ്ട റബ്ബേ, കാണാനുണ്ടോ നിങ്ങൾ? ഇതെന്തത്? ഹലോ അമ്മച്ചി ഇതെന്തത്? നമ്മൾ കഴുകുന്നും പറഞ്ഞിട്ട് നോക്കിയത് നമ്മൾ കഴുകുന്നും പറഞ്ഞത് ഒരുമാതിരിയായിട്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ആരും കാണിച്ചായിരുന്നു എനിക്ക് ഇത്ര വിഷയം ഉണ്ടായിരുന്നില്ല. ഞാൻ വിചാരിച്ചാൽ ചെറുത് മാത്രമുള്ളൂ എന്ന് ചോദിച്ചാൽ ഞാൻ എത്ര നേരം ഇരിക്കണേ. അപ്പോഴാണ് അവർ ഒരുമാതിരി മറ്റോടത്ത് ട്വിസ്റ്റായിട്ട് വന്നേക്കണത്. മനുഷ്യന് ദേഷ്യം വരില്ലേ? ദേഷ്യമല്ല, കാരണം ഇത് ആദ്യം കാണിച്ചത് എനിക്ക് വിഷയം ഉണ്ടായിരുന്നില്ല. ഇത് ഇപ്പോൾ ഈ വർക്ക് ഇടുന്ന അടുത്ത വർക്കിലായിട്ട് പോകുന്നതിൻ്റെ ഒരു പ്ലാനിങ്ങിലൊക്കെ നിൽക്കുമ്പോൾ ഇമാതിരി കാട്ടായ കാണിച്ചാൽ ഗൈസ് ഞാൻ ഇതെന്തെങ്കിലും ഫുള്ളൊന്ന് പതപ്പിച്ചിട്ട് വരാട്ടാ ഗൈസ്. ഒരു ചെറിയ പണി കിട്ടി. നമ്മുടെ ഫോം തീർന്ന് പത കഴിഞ്ഞ് എന്താ അവസ്ഥ നോക്കി പതിയും കഴിഞ്ഞു. നമ്മൾ കഴുകിയൊരു ഇതിൽ വന്നാണ് എൻ്റെ ഇടയിൽ ഇപ്പോൾ പതിയും കഴിഞ്ഞ് എങ്ങനെ ഇരിക്കണ് നമുക്ക്. ഇതൊന്ന് ഫുള്ളൊന്ന് കഴുകട്ടെ. ഇത് പുറം ഭാഗം ഇത് ഫുള്ളൊന്ന് കഴുകിയിട്ട് ഞാൻ വരാട്ടാ. ഇത് ഫുള്ളും കഴുകി. പക്ഷേ കണ്ടത് 56% കഴിഞ്ഞിട്ടുള്ളൂ. ഇനി ഇതിനകത്ത് ഇതിന് വല്ല ടെസ്റ്റും ഉണ്ടോ? ഇതിൻ്റെ പൊക്കത്ത് കയറി നോക്കട്ടെ. ഇതിൻ്റെ പൊക്കത്ത് വല്ല എന്തേലും ഇല്ല. പൊക്കത്തൊക്കെ നമ്മൾ ആദ്യം ക്ലീൻ ആക്കിയതാണല്ലോ. ഇതെന്താണ് ഇവന്മാർ എന്താടോ എന്തോരം സാധനമല്ലോ. നോക്കട്ടെ കേട്ടോ. AC നമുക്ക് ആദ്യം അത് നോക്കട്ടെ. AC ഇവിടെ AC തന്നെ ഇവിടെ ഞാൻ കണ്ടില്ലല്ലോ AC. ഓ ഗായ്സ് ഇതെന്തത് എൻ്റെ പൊന്നാളിയ. ഇത് തീരും പണിയാരം ഞാൻ കുപ്പി തന്ന ഭൂതം വെള്ളമാണിത്.
തീരുമ്പോ പണി തന്നിട്ടിരിക്കുക. എനിക്കത് ദേഷ്യപ്പെട്ടോ. ഞാൻ ഇതൊക്കെ ഒന്ന് കഴിക്കട്ടെ ഏട്ടാ. നിങ്ങൾ വിചാരിക്കണം ഇവൻ്റെ എന്ത് തേങ്ങയൊക്കെയാണെന്ന് കാണിച്ചു വിട്ടത്. എനിക്കറിയില്ല കഴിച്ചത്. ഞാൻ വിചാരിച്ചില്ല ഇമ്മാതിരി പണിയാണെന്ന്. ഫൈനലി ഗൈസ് ഒരു കണ്ട ഗൈസ് നമ്മൾ എക്സൽ ടോപ്പിൽ കണ്ടാൽ മനസ്സിലാവും 87% നമ്മൾ ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടാ. ഓൾമോസ്റ്റ് നമ്മൾ അത്യാവശ്യം സാധനങ്ങൾ ക്ലീൻ ആക്കിയിട്ടുണ്ട്. നമ്മുടെ ഈ കളവൻ്റെ ഇവൻ്റെ ഇവൻ്റെ എസിയുടെ ഉള്ളിലിട്ട് വെള്ളം കയറ്റിയാൽ നമുക്ക് നോക്കാട്ട് നിൽക്കട്ടെ. ക്ലീൻ ആയ ഓക്കെ ക്ലീൻ ആയെന്ന് തോന്നുന്നു. നമുക്ക് ഇതിൻ്റെ ഉള്ളിലിട്ട് ഇനി വെള്ളം കയറ്റാടാ. ഉള്ളിലിട്ട് വെള്ളം ഇടാൻ പറ്റില്ല. പറ്റും ഇവൻ്റെ ആണ് അടിച്ചു പോയായിരുന്നെങ്കിൽ ഇത് ഓലക്ക് മനുഷ്യനിട്ടിട്ട് ഇങ്ങനെ കംപ്ലീറ്റ് ഇതിൻ്റെ പൊക്കത്തൊക്കെ ക്ലീൻ ആക്കണം. ആദ്യം പൊക്കത്ത് ക്ലീൻ ആക്കാം, അല്ലെങ്കിൽ പിന്നെ ആ വെള്ളം ചെല്ലി അടിയിലോട്ട് പിന്നെ 2 പണിയാക്കണ്ടല്ലോ. അതാണ് കൈസ് നമ്മൾ ഏകദേശം ഒരു 88% ആയിട്ടുണ്ട് കേട്ടോ. 88 അതന്നെ 88 എന്ന് പറയാൻ പറ്റുള്ളൂ. ഫുള്ളും എന്തെങ്കിലും കംപ്ലീറ്റ് ആക്കിയിട്ടില്ല. ഒരു സൈഡ് മാത്രമേ ഞാനിപ്പോൾ സെറ്റ് ആക്കിയിട്ടുള്ളൂ. പിന്നെ ഈ ഇപ്പുറ സൈഡും ഉണ്ട് കേട്ടോ. ഞാൻ ഇതൊക്കെ ഒന്ന് സെറ്റ് ആക്കട്ടെ വേട്ടാ. ഗൈസ് ഓൾമോസ്റ്റ് ഒരു 99% നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. 99% ഇനി ഏതാണ്ട് കുറച്ചും കൂടി ഉള്ളൂ. നമുക്ക് ഇനി ക്ലീൻ ആവും. നമ്മുടെ ടോയ്ലറ്റ് ക്ലീൻ ആക്കണ്ട. ടോയ്ലറ്റും ക്ലീൻ ആക്കുക. ഇതുവരെ ക്ലീൻ ആക്കി തന്നെ ഫുള്ള് സെറ്റ് ആവുന്നതാണ്. ഗൈസ് ഇതിൻ്റെ ഇടയിലൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. ഇതിൻ്റെ ഗ്യാപ്പിലൊക്കെ ഫുള്ള് ഇരിപ്പുണ്ട് കേട്ടോ. ഈ ഗ്യാപ്പിലുണ്ട്. ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യട്ടെ. ഈ ഗ്യാപ്പിലുണ്ട്. ഇതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. ഉള്ളിലും കിടപ്പുണ്ട്. ഈ സാധനം തുറക്കാൻ പറ്റും നമുക്ക്. തുറക്കാൻ പറ്റും. സീല ഓക്കെ അപ്പോൾ സെറ്റ്. ഇവിടെയൊക്കെ ഫുള്ള് ചെളി ഉണ്ടാവും. ഞാനത് ശ്രദ്ധിച്ചില്ലായിരുന്നു. ഇപ്പം അത് ശ്രദ്ധിക്കുന്നുണ്ടാ. പക്ഷെ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും എന്തൊക്കെ ക്ലീൻ ആക്കിയിട്ടില്ല. അതുകൊണ്ടൊക്കെ വിഷയമില്ല. നമ്മൾ മറന്നാലും ഇത് മറക്കുമല്ലോ. അതുകൊണ്ട് വിഷയത്തില്ല കൈസ്. ഓക്കെ നമുക്ക് ഇതിൻ്റെ പൊക്കത്ത് തുറക്കണം. ഓക്കെ ഇതിൻ്റെ പൊക്കത്തേക്ക് നമുക്ക് ക്ലീൻ ചെയ്യാം. ഓൾ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ ഇനി ക്ലീൻ ആക്കാനായിട്ട് ഇതിൻ്റെ അകത്ത് ഇനിയൊന്നുമില്ല. അപ്പം ഇതിൻ്റെ അടിയിലുള്ള സൈഡിൽ ഇനി ചെളി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതാണിത് ക്ലീൻ ആവാത്തതെന്ന് വേണ്ട. നമുക്കിതിൻ്റെ അടിയിലോട്ട് ഓക്കെ ഞാൻ പറഞ്ഞല്ലേ, എനിക്ക് തോന്നിയ കാര്യം. ഓക്കെ ബാക്കിൽ സാധനം ക്ലീൻ ആയിട്ടുണ്ടായിരുന്നില്ല. ഇതും ക്ലീനായി. ഒരു ഇടിക്ക് 2 പക്ഷി എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് വേറെ എന്താണ് സെറ്റ് ഉള്ളത്? ഓക്കെ ഇത് നോക്കട്ടോ. വാഷ് ബേസിൻ. ഇതിൻ്റെ ഉള്ളിൽ പദപത്രം അടിച്ചിട്ട് നമ്മളിത് ക്ലീൻ ചെയ്യാൻ പറഞ്ഞത്. ഓക്കെ പിന്നെ കഴിച്ച സംഭവം എന്തിൻ്റെ ഇതാണെന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. ഇത് ഇതിൻ്റെ അടിയിലെല്ലാം ഉണ്ടാവും ചെളി. അതായിരിക്കും അതിൻ്റെ ഉള്ളിൽ നിന്ന് ക്ലീൻ ചെയ്യാൻ ആദ്യം എനിക്ക് തോന്നിയതാണ്. അതെന്തത് നിൽക്കട്ടെ മാറ്റട്ടെ കേട്ടോ. ഓക്കെ സെറ്റ്. പിന്നെ ഇതെന്താ സംഭവം എന്ന് ആർക്കെങ്കിലും മനസ്സിലായിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യട്ടാ. എനിക്ക് മനസ്സിലായി. കാരണം ഇതിൻ്റെ ഉള്ളിൽ AC, ടോയ്ലറ്റിൽ AC അതാണ് വേറൊന്നല്ല. ടോയ്ലറ്റിൽ AC, വാഷ്റൂം. ഇതൊരു ചെറിയൊരു ടോയ്ലറ്റാണ്. അണ്ടർഗ്രൗണ്ട് ടോയ്ലറ്റാണ്. അത് അടിയിൽ നടന്നാലും പൊങ്ങി വന്നത്. എനിക്കറിയില്ല ഇതെന്താ സംഭവം. ഇതെന്താ സംഭവം എല്ലാം അറിയുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടെ. എനിക്കൊരു പിടുത്തുണ്ടാവാൻ ചാൻസ് ഇല്ലാന്ന് തോന്നുന്നു. അങ്ങാലും അറിയുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ അത് എല്ലാവർക്കും ഒരു അറിവായിരിക്കുമല്ലോ. അത് വിടി. ഇതെന്തത് കഴുകിയിട്ട് ഇത് എവിടെ ചെളി ഇതിൻ്റെ കണ്ട്. ഓക്കെ സെറ്റ്. ഇനി നമുക്ക് ഇതും കൂടെ ഉള്ളൂ കേട്ടോ. ഇതിൻ്റെ പൊക്കത്ത് എവിടെയാണ് ചെളി? ഓക്കെ സെറ്റ്. പിന്നെ ഇവിടെയൊക്കെ എവിടെയാണ് ചെളിയൊന്നും കാണാൻ പറ്റില്ല. അപ്പോൾ അത് ചെന്നാൽ വെറുതെ അങ്ങോട്ട് വെള്ളമൊക്കെ കൊണ്ട് ക്ലീൻ ആവണ്ടേ. അതുകൊണ്ട് വിഷയമില്ല. പിന്നെ നമുക്ക് ഇവിടെയൊക്കെ ചെളി ഉണ്ടാകും. വെറുതെ വെറുതെ വെള്ളം അടിച്ചിടുമ്പോൾ നമുക്ക് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ക്ലീൻ ആവണം. ഇത് ഡോറിൻ്റെ ഇവിടെ ഇതൊന്നും ശ്രദ്ധിച്ചില്ലടേ. ഓക്കെ നമുക്ക് ഇത് മാറ്റാടാ. ഇങ്ങനെ ശരിക്കും ഓക്കെ സെറ്റ്. ഓക്കെ നമ്മളിപ്പോൾ ഇങ്ങനെ നമ്മുടെ കഴിഞ്ഞിട്ടില്ല. അപ്പം ഇനി വേറെ ഇവിടെ എന്താണ് കൂടി ഉണ്ട്. ഓക്കെ ഡോറും സെറ്റായിട്ടുണ്ട്. പിന്നെ ഇവിടെ വല്ലതും എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഓക്കെ ഇത് നോക്കട്ടെ. ഇത് എവിടെയാണിത്? ഇതിൻ്റെ ഈ കമ്പിയാണോ നോക്കട്ടെ. കമ്പി ഓക്കെ ഇതും സെറ്റായിട്ടുണ്ട്. ഇത് വേറെ എവിടെയാണ്? ഈ കമ്പി ഇത് ഞാൻ കണ്ടായിരുന്നു. സത്യം പറയാൻ നേരത്തെ ടോയ്ലറ്റ് ക്ലീൻ ആക്കിയപ്പോൾ കണ്ടാണ്. പിന്നെ വിട്ടു കേസ്. അത് അപ്പം തന്നെ ക്ലീനാക്കി വിട്ടാവില്ലായിരുന്നു കേട്ടാ. ഓക്കെ കമ്പി സെറ്റായിട്ട്. അപ്പം നമ്മുടെ ജോബ് ഇവിടെ കംപ്ലീറ്റ് ആയില്ല. അതെന്തത് കമ്പി സെറ്റായി കുഞ്ഞ് കയറ. ഇതിൻ്റെ ഉള്ളിൽ ഇത് എന്താ നോക്കി നമ്മൾ ഫുള്ളെന്ന് വെച്ചാൽ ഒരു ഗൈസ്. ഓക്കെ ജോബ് നമ്മളിവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഇത്ര ഉള്ള വീഡിയോ. അപ്പോൾ ഇതിന് പാർട്ട് 2 വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കമൻറ്റ് ചെയ്യട്ടോ. പിന്നെ ഞാനൊരു കിഡിലൊരു ഹൊറർ ഗെയിം കളിച്ചിട്ടുണ്ട്. സബ്ലിമിനൽ എന്നാണ് ഗെയിമിൻ്റെ പേര്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ എന്തെങ്കിലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. പിന്നെ എൻഡിങ് സ്ക്രീനിലും ഞാനത് സെറ്റ് ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ
അത്രേ ഉള്ളൂ, വേറൊന്നുമില്ല. അപ്പോൾ ഇതിന് പാർട്ട് 2 വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബിലോ ഗൈസ്. ഇതൊക്കെ അടച്ചിട്ടേക്കടേടാ ഗൈസ്. നമ്മളൊരു പണിയെടുത്തിട്ട് നമ്മളത് വൃത്തിക്ക് ചെയ്യണം. അതാണ് അപ്പോൾ ഗൈസ്. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. ഓക്കെ ബൈ ഗൈസ്.